ഇന്നത്തെ കലാലയത്തിലെ കൂട്ടുകാരുടെ ഇടയിൽ അവരുടെ ഒക്കാബുലറിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ട് പദങ്ങളാണ് ഓജോ ബോർഡും ആത്മാക്കളും. എന്തുകൊണ്ടെന്നറിയില്ല, ഒരുപക്ഷെ കലാലയത്തിൽ തന്നെയുള്ള സ്നേഹ സൗഹൃദങ്ങളുടെ അഭാവം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ കേരളത്തിലെ കലാലയങ്ങളിൽ ഓജോ ബോർഡിലൂടെ ആത്മാക്കളെ അന്വേഷിക്കുന്നത് ഒരു സ്ഥിരം ഹാബിറ്റായി തീരുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നു. എന്ന് മാത്രമല്ല, ഓജോ ബോർഡ് ഉപയോഗിക്കുവാനും ആത്മാക്കളെ കണ്ടെത്തുവാനും സംസാരിക്കുവാനും പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ വിവിധ വ്യക്തികൾ ഏർപ്പെടുന്നു. കാശ് കുഴിക്കുന്ന ഒരു നല്ല സംഭവമായി അതും തീരുന്നു. ഈ നിലയ്ക്ക് നീങ്ങുമ്പോൾ ദൈക്ഷണികതയുടെ തലം ആയിരുന്ന ക്യാമ്പസ് മാറി പ്രേതങ്ങളെ അന്വേഷിക്കുന്ന, അന്ധവിശ്വാസങ്ങളെ കൊണ്ട് നിറയ്ക്കുന്ന, മനുഷ്യന്റെ മനസ്സിനെ തകർക്കുന്ന ഒരു തലത്തിലേക്ക് മാറുമ്പോൾ എന്താണ് ഓജോ ബോർഡ്, എവിടെ പ്രേതം എന്ന് അന്വേഷിക്കുകയാണ് മൈൻഡ് വാച്ച്. ഈ അന്വേഷണത്തെ സാർത്ഥകമാക്കിക്കൊണ്ട് 3 ആൾക്കാരുണ്ട്. ഡോക്ടർ ജോർജ് മാത്യു, മിസ്റ്റർ ഷൈൻ, അതുപോലെ തന്നെ മിസ്റ്റർ രാജമൂർത്തി. ഡോക്ടർ ജോർജ് മാത്യു, ഈ ഓജോ ബോർഡ് എന്ന വാക്ക് വളരെ കൂടുതൽ ഇപ്പൊ കേൾക്കുന്നൊരു വാക്കാണ്. എന്താണ് ശരിക്കും ഓജോ ബോർഡ്? അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? 19ാം നൂറ്റാണ്ടിന്റെ മധ്യ കാലഘട്ടത്തിലാണ് ഫ്രാൻസിൽ ഇത് വളരെയധികം പ്രചാരത്തിൽ വന്നത്. പ്ലാഞ്ചറ്റ് എന്നൊരു സാധനവും ഇതിന്റെ കൂടെ ഉപയോഗിച്ചിരുന്നു. പ്ലാഞ്ചറ്റ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ച ഇവിടത്തിന്റെ ഒരു ഫ്രഞ്ചുകാരന്റെ പേര് തന്നെയാണ്. പ്ലാഞ്ചറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് റെസ്റ്റ് ആണ്. അതിന്റെ അടിയിൽ 3 വീലോ മെറ്റൽ ബോൾസോ ഉണ്ട്. അപ്പൊ കൈ അതിന്റെ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് മൂവ് ചെയ്യും. അപ്പോ ഈ ഊഷ എന്നാണ് ശരിക്കും ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ. ഊഷ ബോർഡ് എന്ന് പറഞ്ഞാൽ A മുതൽ Z വരെ അക്ഷരങ്ങളും 0 മുതൽ 9 വരെ അക്കങ്ങളും പിന്നെ കുറെ സ്റ്റോക്ക് ആൻസേഴ്സ് യെസ് നോ ഇതൊക്കെ എഴുതിയ ഒരു പലക അല്ലെങ്കിൽ ഒരു പേപ്പർ ആണ് ഊഷ ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ പ്ലാഞ്ചറ്റ് വെക്കും. അതിന്റെ പുറത്ത് 1 അതിലധികം ആളുകൾ വിരൽ വെക്കും. അപ്പോ ഈ ചിലർക്ക് ഉടൻ തന്നെ മൂവ്മെന്റ് കിട്ടും, ചിലർക്ക് ദിവസങ്ങളോ ആഴ്ചകളോ. ഈ ബോർഡ് വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഉടൻ തന്നെ എന്ത് മൂവ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്? ലേറ്റസ്റ്റ് മൂവ് ചെയ്യുന്നതാണോ? അല്ല, ഈ പ്ലാഞ്ചറ്റ് മൂവ്. പ്ലാഞ്ചറ്റിന് പകരം ഒരു പ്ലാസ്റ്റിക് പീസോ എന്തെങ്കിലും നമ്മുടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ മാറി നീങ്ങുകയാണ്. അല്ലല്ല, നമ്മള് വിരൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോ ഇതിന് ഒരു റിലീജിയസ് അറ്റ്മോസ്ഫിയറും കൂടെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഡിം ലൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് മ്യൂസിക് ഇതെല്ലാം കൂടെ വെച്ച് ആദ്യം കുറെ പ്രാർത്ഥനകളൊക്കെ പറയും. ഇതൊക്കെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് ആരും മനഃപൂർവ്വം തള്ളാതെ തന്നെ ഇത് മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഏത് മൂവ് ചെയ്യുന്ന? ഈ പ്ലാഞ്ചറ്റ്. അപ്പൊ ഇതിന് ഓട്ടോമാറ്റിക് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ഷെറിനൊക്കെ പറയുന്ന ഇഡിയോ മോട്ടോർ സജസ്റ്റബിലിറ്റി ഉള്ളവർക്കാണ് പെട്ടെന്ന് ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വരുന്നത്. സജസ്റ്റബിലിറ്റി കുറഞ്ഞവർക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് മൂവ് ചെയ്യുമ്പോ ആദ്യം റാൻഡം മൂവ്മെന്റ് ആണ്. പിന്നെ കുറെ ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ കഴിയുമ്പോ ഇത് മീനിങ് ഫുൾ ആയിട്ടുള്ള മെസ്സേജസ് വരും. മിക്കവാറും ഒരുത്തൻ എഴുതിയെടുക്കും ഏതൊക്കെ അക്ഷരങ്ങളിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് നോക്കി. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ കിട്ടുക. ഞാൻ സാറിലേക്ക് വരാം. പക്ഷെ ഷെറിൻ, താങ്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്, റൈറ്റ്? ഇത് കൂടുതൽ ഈ ഓജോ ബോർഡ് ഉപയോഗിക്കുന്നത് ഏത് തരക്കാരാണ്? കൗമാരപ്രായക്കാരാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് അവർക്ക് ആങ്സൈറ്റി കൂടുതലാണ് ജീവിതത്തെക്കുറിച്ച്. ഇനി എന്താണ് സംഭവിക്കുന്നത്, പഠനത്തിന് ശേഷം എന്ത് ജോലി കിട്ടും, എന്ത് വിവാഹം, ആരെയായിരിക്കും വിവാഹം കഴിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കൗമാരപ്രായക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ കൗമാരപ്രായക്കാരാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ ഹോസ്റ്റലുകളിൽ ഇത് ചെയ്യാൻ കാരണം ഒരുമിച്ചിരുന്ന് മാതാപിതാക്കളുടെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഹോസ്റ്റലിലാണ് പൊതുവെ കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ലേഡീസ് ഹോസ്റ്റലുകളിലാണ്. ശരിക്കും എന്താ വർക്ക് ചെയ്യുന്നത്? ഇതിൽ വർക്ക് ചെയ്യുന്നത് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്നുള്ള ഒരു ബ്രെയിൻ പ്രോസസിംഗ് ആണ്. അഥവാ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിക്കുന്ന സമയത്ത് അത് കൈയിലൂടെയും നോട്ടത്തിലൂടെയും ശരീരത്തിന്റെ ബോഡി ലാംഗ്വേജിലൂടെയും ഒക്കെ പ്രകടമാകുന്നു എന്നുള്ള ഒരു തിയറി, ബേസിക് തിയറിയാണ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ്. ഇതിനെക്കുറിച്ച് പല ആളുകളും വില്യം ജെയിംസ് പോലുള്ള മനഃശാസ്ത്രജ്ഞരും മൈക്കിൾ ഫാരഡെ പോലുള്ള സയന്റിസ്റ്റുകളും വളരെയേറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മൈക്കിൾ ഫാരഡയുടെ ഒരു പ്രധാനപ്പെട്ട പഠനത്തിൽ അദ്ദേഹം എവിടുന്നാണ് ഈ ഫോഴ്സ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോ പ്ലാഞ്ചറ്റിന്റെ മുകളിൽ കൈവെക്കുമ്പോൾ കയ്യിൽ നിന്നാണോ ഫോഴ്സ് വരുന്നത് അതോ പ്ലാഞ്ചറ്റിൽ നിന്നാണോ ഫോഴ്സ് വരുന്നത് എന്നുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഒരു അപ്പാറ്റസ് ഉപയോഗിച്ചു. ഈ അപ്പാറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ആണ്. ഗ്ലാസിന്റെ മുകളിൽ 2 ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഈ ബ്ലോക്ക് വളരെ ലൂസ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ബ്ലോക്കിന് മുകളിൽ കൈ തൊട്ടിട്ട് പ്ലാഞ്ചറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ് ബ്ലോക്കാണ് ആദ്യം മൂവ് ചെയ്യുന്നതെങ്കിൽ ബ്ലോക്കിലേക്കാണ് ആദ്യം ഫോഴ്സ് വന്നതെന്നും അത് കയ്യിൽ നിന്നാണെന്നും അദ്ദേഹം
തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഗ്ലാസ് ആണ് ആദ്യം മൂവ് ചെയ്യുന്നെങ്കിൽ അഥവാ പ്രേതമാണ് അവിടെ വരുന്നതെങ്കിൽ ഗ്ലാസ് ആദ്യം മൂവ് ചെയ്യണം, പിന്നീട് ബ്ലോക്ക് മൂവ് ചെയ്യാവുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ പഠനങ്ങളിലും തെളിയിച്ചത് ഗ്ലാസ് ആണോ? ഗ്ലാസ് അല്ല മൂവ് ചെയ്തത്, ആദ്യം ബ്ലോക്ക് മൂവ് ചെയ്തു, അതിനുശേഷം മാത്രമാണ് ഗ്ലാസ് മൂവ് ചെയ്തതെന്നാണ്. അപ്പം പ്രേതത്തിന്റെ പ്രസൻസിനുപരി കൈയിന്റെ സ്വാധീനം എന്ന അർത്ഥത്തിൽ കൈയുടെ സ്വാധീനമാണ്. ഇതിന് ഇൻവോളണ്ടറി മസിൽ മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ഇത് വർക്ക് ചെയ്യിക്കുന്നത് ശരിക്കും സെറിബ്രലാണ്. നമ്മൾ ചിന്തിക്കുന്നത് സെറിബ്രം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല. ബ്രെയിനിന്റെ 2 ഏരിയകളിൽ ഈ പ്രോസസിംഗ് നടത്തുന്നതുകൊണ്ട് ഇത് ചെയ്യുന്ന ആൾക്ക് പോലും ഇത് തിരിച്ചറിയാൻ പറ്റാറില്ല. അവർ പേടിക്കാറുണ്ട്, പൊതുവെ ചെയ്യുന്ന ആള് തന്നെ പേടിക്കാറുണ്ട്. സെൽഫ് ഡിസെപ്ഷൻ ആണ്, സ്വയം കബളിപ്പിക്കൽ. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. മിസ്റ്റർ രാജമൂർത്തി, താങ്കൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു മാജിക്കിന്റെ എലമെന്റ് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. എന്താണ് എന്റെ മാജിക്കിന്റെ എലമെന്റ്? മാജിക്കിന്റെ എലമെന്റ് എന്ന് പറയാനായിട്ട് ഇത് പ്രൈമ ഫേസിയ അതിന്റെ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാകണമെന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാമെന്നുണ്ടെങ്കിൽ മാജിക് എപ്പോഴും ചെയ്യുന്നത്, മാജിക്കിന്റെ രഹസ്യം ഈ കാണുന്ന ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ അവർ അതിന്റെ റിസൾട്ട് ആണ് അവർ എൻജോയ് ചെയ്യുന്നത്. ഒരു സംഭവം അപ്രത്യക്ഷമാകുന്ന സമയത്ത് മജീഷ്യൻ അതിന്റെ കഴിവുണ്ട് എന്ന് കരുതുന്നു. ശരിക്കും മജീഷ്യൻ അതിനുവേണ്ടി പല ടെക്നിക്കും, ചിലപ്പോൾ ഫിസിക്സ് ഉണ്ടാവാം, അതിന്റെ ബാക്കിൽ പലതരത്തിലുള്ള സയൻസ് കെമിസ്ട്രി വരുന്നുണ്ടാവാം, എഞ്ചിനീയറിംഗ് സ്കില്ല് വരുന്നുണ്ടാകാം. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് മാത്രമാണ് എപ്പോഴും ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നത്. ഓജ ബോർഡിനകത്ത് നടക്കുന്നതും ഇവര് അവിടെ മജീഷ്യനും എന്റർടൈനറും ഓഡിയൻസും ഒക്കെ അവർ തന്നെയാണ്. അവരുടെ ബിലീഫാണ് അവർക്കെതിരെ വർക്ക് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. സബ്ജക്റ്റും എക്സ്പെരിമെന്റും ഒറ്റ വ്യക്തിയായിട്ട് തീരുന്ന ഒരു അവസരം. ഇതിനകത്ത് ഒരു മേജർ റീസൺ എന്ന് പറയാവുന്നത്, നമുക്ക് 2 തരം ബിലീഫ്സ് ഉണ്ട്. നമുക്കൊരു ഇമോഷണൽ ബിലീഫ് ഉണ്ട്, നമുക്ക് കുറെ ഇന്റലക്ച്വൽ ബിലീഫ് ഉണ്ട്. ഇന്റലക്ച്വൽ ബിലീഫിൽ നമുക്കറിയാം പ്രേതം എന്നൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ ഇമോഷണൽ ബിലീഫിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്. ഏതൊരു നിരീശ്വരവാദിയും ആഗ്രഹിക്കുന്നതായിരിക്കാം, ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വരാം. അതെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ അറിയാം, നമ്മുടെ ഇമോഷണൽ ബിലീഫിന് ഇതൊക്കെ ഭയം. ഈ ചിലർ പറയാറുണ്ട്, എനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമില്ല, പക്ഷെ എനിക്ക് പ്രേതത്തിന് പേടിയാണ്. അതിന് കാരണം വിശ്വാസത്തിൽ പ്രേതമില്ല എന്നറിയാം, പക്ഷെ അതിനോടൊരു ഭയം. ഇത് നമ്മുടെ മനസ്സിലെ വികാരത്തിൽ പ്രേതമുണ്ട്. എക്സാക്ട്ലി. ഇത് നമ്മുടെ ചെറുതിലെ നമ്മൾ കേട്ട് കണ്ടീഷൻഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. ഈ ഓജ ബോർഡിന് മുന്നിൽ ഇരിക്കുന്ന 3 വ്യക്തികൾ, വളരെ സിമ്പിൾ ആയിട്ട് ഇത് പറയാനേ ഉള്ളൂ. 3 പേര്, ഇതിൽ ഒരാളല്ല കൈവയ്ക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, ഇപ്പോ ചില മീഡിയംസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മീഡിയംസ് ഇപ്പോഴല്ല, ശരിക്കും പറഞ്ഞാൽ 10-200 വർഷമായിട്ട് പല മീഡിയംസും ഇത് ചെയ്തിട്ടുണ്ട്. ഹാരി ഹൂഡിനി പോലുള്ള പ്രശസ്തരായ മജീഷ്യൻസ് ഇവരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഏറ്റവും കൂടുതൽ ശരിക്കും ഇത് പ്രചാരത്തിൽ വന്നത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് കുറെ ഈ സോൾജേഴ്സ് ഒക്കെ മരിക്കുകയും ഇവരുടെ വീട്ടുകാർക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ടോ എന്ന് വരുന്ന സമയത്താണ് ഈ സ്യൂഡോ നെക്രോപിസ്റ്റ്, അഥവാ ഈ പ്രേതങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞു വന്ന കുറെ മീഡിയംസ്. അവർ ചിലർ ക്രിസ്റ്റൽ ബോൾ ഗേസ് ചെയ്ത് പറയുന്നവരുണ്ട്, പിന്നെ പെൻഡുലം വെച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഓജ ബോർഡ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ശരിക്കും അന്ന് മുതൽക്ക് തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ഇവര് മീഡിയംസ് അല്ല, ഇവര് ഫ്രോഡ്സ് ആണ് എന്നുള്ള ഫാക്ട്. ഒരാൾ മൂവ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. ബേസിക്കലി ഷെറിൻ ഇപ്പം പറഞ്ഞ പോലെ ഇഡിയോ മോട്ടോർ റെസ്പോൺസ് വഴി അയാൾ അറിയാതെ മൂവ് ചെയ്തിട്ട് അയാൾ പോലും വിശ്വസിക്കുന്ന രീതിയിൽ ഒരു സെൽഫ് ഡിസെപ്ഷൻ ആയിട്ട് അവിടെ വർക്ക് ചെയ്യാം. രണ്ടാമത് ഇയാൾ ഫ്രോഡുമാകാം. ഇയാൾ ബാക്കിയുള്ളവരെ എന്താ പറയുക, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കബളിപ്പിക്കാനായിട്ട് ഇപ്പൊ താങ്കൾ വന്ന് ചോദിക്കുന്നു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മീഡിയമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉത്തരം കണ്ടെത്തി തരാമോ? ഇദ്ദേഹം ഒരു സ്പിരിറ്റിനെ വിളിക്കുന്നു, സ്പിരിറ്റ് വന്നു കഴിഞ്ഞു, ഇദ്ദേഹം വെറുതെ യെസ്സിൽ വച്ച് കഴിഞ്ഞാൽ മതി, താങ്കൾ കരുതും വന്നു എന്നുള്ളത്. വാസ്തവത്തിൽ ഇദ്ദേഹം മനഃപൂർവ്വം കൊണ്ടുവയ്ക്കുന്നതാണ്. ഇത് 3 പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഏറ്റവും വലിയൊരു ഹാസാർഡ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത്, ഇത് ഇപ്പം ധാരാളം മിക്കവാറും എല്ലാ ഹോസ്റ്റലുകളിലും രാത്രി ഒരു വിനോദമായിട്ട് മാറിയിട്ടുണ്ട്. വിനോദമായിട്ട് തുടങ്ങി ആരെങ്കിലൊക്കെ, ഇവർക്ക് നേരെ എക്സ്പീരിയൻസ് ഇല്ല, ഒരു പേപ്പറിൽ അക്ഷരങ്ങൾ എഴുതി A to Z എഴുതി 1 to 9 എഴുതി, yes no എഴുതി, ഒരു ഗുഡ് ബൈ സൈഡിൽ എഴുതി, നടുവിൽ ഒരു ഗ്ലാസോ എന്തെങ്കിലും കമഴ്ത്തി വെച്ച് മെഴുകേരി വെളിച്ചത്തിൽ 3 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഓജായി. പക്ഷെ ഇതിന്റെ അപകടം എന്ന് പറയുന്നത്, ഈ ഇരിക്കുന്ന 3 പേരുടെയും മനസ്സിലെ വിശ്വാസം പ്രേതമാണ് അല്ലെങ്കിൽ സ്പിരിറ്റ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് ഇവരിയ്ക്കുന്നത്. 3 പേര് ഇതിൽ വിരൽ വെക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ഹാൻഡ് സ്റ്റഡിനെസ് കുറവാണ്. കൈ റെസ്റ്റ് ചെയ്യാതെ 3 പേരുടെ വിരലുകൾ ആ പ്ലാൻചെറ്റിൽ വെച്ച് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാളിന്റെ കയ്യിൽ നിന്ന് വരുന്ന എക്സസ് പ്രഷർ, കാരണം ഈ പ്ലാൻചെറ്റ് സാർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു, പ്ലാൻചെറ്റ് താഴെ ബോളോ അല്ലെങ്കിൽ സ്റ്റീൽ ബോൾസോ വീൽസോ ആണ്. അപ്പൊ വളരെ ചെറിയ പ്രഷർ മതി ഇത് മൂവ് ചെയ്യാനായിട്ട്. പ്ലാൻചെറ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ABC 3 പേരാണ് വിരൽ വെക്കുന്നിരിക്കട്ടെ, ഇത് ഒന്ന് അനങ്ങി കഴിയുമ്പോൾ ചിലപ്പോ മിസ്റ്റർ എയുടെ കയ്യിൽ നിന്ന് പ്രഷർ കൊണ്ടായിരിക്കും മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ബിയും സിയും ആ മൂവ്മെന്റ് സെൻസ് ചെയ്തുകൊണ്ട് അതിനെ ഫേവർ ചെയ്യും, അവരതിനെ പുള്ളി ചെയ്യും, അല്ല അതിനെ ഫേവർ ചെയ്യും. ആൻഡ് 3 പേരുടെയും മനസ്സിലൊരു ബിലീഫ് ഉണ്ട്, സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ മൂവ് ചെയ്യുമെന്ന്. സോ അതിന് എവിഡൻസ് ആയി. ഇനിയുള്ള ചോദ്യങ്ങൾ,
നമ്മൾ എസ് എന്നിവിടെയും നോ എന്നിവിടെയും എഴുതിയിട്ടുണ്ട്. നടുവിലായിട്ട് പ്ലാഞ്ചറ്റ് ഉണ്ട്. ചോദിക്കുകയാണ്, നിങ്ങൾ ആക്സിഡന്റിലാണോ മരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്ന് വിശ്വസിക്കാനാണ് പലർക്കും താല്പര്യം. കാരണം അങ്ങനത്തെ ഒരു ഇതിനകത്ത് ഒരു സ്പിരിറ്റ് പ്രേതം വരുന്ന സമയത്ത് തന്നെ ഒരു എന്താ പറയാ ഒരു ത്രില്ല് കൂടുതലാണ്. അതെ. അപ്പൊ ഈ യെസിന്റെ ഭാഗത്തോട്ട് പ്ലാഞ്ചറ്റ് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാം ഇത് അവിടെയാണ് ചെന്ന് നിൽക്കാൻ പോകുന്നത്. 3 പേരും ആ മൂവ്മെന്റിനെ ഫേവർ ചെയ്യും, അതിന്റെ മുകളിൽ കൊണ്ടു നിർത്തും. പിന്നെ തുടർന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഇവരുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് ഉത്തരങ്ങൾ വരുന്നത്. ഇതാണ് ബേസിക്കലി ഡൈനാമിക്സ്. ഓക്കെ, ഡോക്ടർ ജോർജ് മാത്യു, മറ്റു പ്രധാന കാര്യം ഈ മൂവ്മെന്റിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഈ മൂവ്മെന്റിന്റെ പിന്നിൽ ശരിക്കും ഒരു സൈ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, അതോ ഈ ഷെറിൻ പറയുന്ന പോലത്തെ ഒരു ഇഡിയോമോട്ടർ റെസ്പോൺസ് ആണോ? സൈ അപൂർവമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. കാരണം ഈ ഒരാൾക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാത്ത സംഗതികൾ ഇതുപോലെയുള്ള മാർഗങ്ങളിൽ കൂടെ വന്നതായിട്ട് ധാരാളം റിപ്പോർട്ടുകൾ. അപ്പൊ അത് പ്രേതം തന്നെയാണോ? അല്ല, ഇയാളുടെ നമ്മളുടെ എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ESP എന്നൊരു സംഗതി ഉണ്ടെന്ന് പാരാസൈക്കോളജിസ്റ്റുകൾ പറയും. അത് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരിലും കൂടെ അത് അല്പാൽപ്പം ചില സമയങ്ങളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യും. അത് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുകയും 2-3 പേര് ഒരേ സമയം അതിൽ വർക്ക് ചെയ്യുകയും ചെയ്താൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യതയാണ്. വീണ്ടും ഒരു ചോദ്യം വരുന്നത്, ഇതിനകത്ത് രാജമൂർത്തി പറഞ്ഞത് ഒരു പ്രധാന കാര്യമായിട്ട് മാറിയിരിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു ചില ഫ്രോഡുകളും ഒരുപക്ഷെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പൈസങ്ങിന്റെ നിലയ്ക്ക് ചിന്തിച്ചത് സൈക്കോട്ടിസിസം, ഒരർത്ഥത്തിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ അത്തരം ആസ്പെക്ട്സ് ഇതിനകത്ത് എത്രത്തോളം വ്യക്തികൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് ആന്റി സോഷ്യൽ ഒന്നുമില്ല. പക്ഷെ 3 പേര് ചേർന്ന് കൈവച്ചിട്ട് പ്ലാഞ്ചറ്റിൽ കൈവച്ച് കുറച്ചു നേരം അനങ്ങാതിരിക്കുമ്പോൾ ഈ പ്ലാഞ്ചറ്റ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകാവുന്ന ഒരു ടെൻഡൻസിയാണ് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാന്നുള്ളത്. ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ്. ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത സമയങ്ങളിൽ ഇത് മൂവ് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ അനക്കി കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒരു രസത്തിന്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ എലമെന്റ് ഒന്നുമില്ല. പക്ഷെ ഇതൊരു ക്യൂരിയോസിറ്റി, ഒരു രസം എന്നുള്ള രീതിയിലാണ് കുട്ടികളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇതിനകത്ത് ഒരു പ്ലേ നടത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവരുടെ ഉത്തരങ്ങൾക്കനുസരിച്ച് ഇവർ മൂവ് ചെയ്യാണ്. മിസ്റ്റർ രാജമൂർത്തി, അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ഈ എന്തുകൊണ്ട് ടീനേജേഴ്സ് കൂടുതൽ ഇതിനകത്ത് പോകുന്നു, മുതിർന്ന വ്യക്തികൾ പോകുന്നില്ല? 1. 2, ഇത്തരം കാര്യങ്ങൾ തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അത്തരം ട്രെയിനേഴ്സിനെ വല്ല അറിയാമോ? അത് താങ്കൾ ആദ്യം ഉദ്ദേശിച്ച പോലത്തെ ഒരു വിഷയം അല്പ കാപട്യം നിറഞ്ഞ ഫ്രോഡ് കളിക്കുന്ന ആൾക്കാരാണോ? താങ്കൾക്ക് അത്തരം അനുഭവങ്ങളുണ്ടോ? പുറകോട്ട് ഉത്തരം പറയുകയാണെങ്കിൽ അത്ഭുതമൊന്നുമില്ല. കാരണം എല്ലാതരം ആൾക്കാരും ഒരു സൊസൈറ്റിക്കകത്തുണ്ട്. പിന്നെ ഈ ടീനേജ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഴി തെറ്റിക്കാനും നേരെ വഴിയിൽ കൊണ്ടുപോകാനും പറ്റിയ ഒരു ഏജ് അതാണ്. ട്യൂണബിൾ ഒരു ഏജ് ആണ്. വളരെ മെല്ലബിൾ ആയിട്ടുള്ള ഒരു മൈൻഡാണ്. അപ്പോ എന്തുകൊണ്ടും അവരിപ്പം ജീവിതത്തിൽ നേരായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതും അതുപോലെ വഴി പിഴച്ചു പോകാവുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ ടീനേജ് എന്ന് പറയുന്നത്. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ലൈഫ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏത് വഴിക്ക് ഒരു ലൈഫ് സ്ക്രിപ്റ്റ് ഫോം ചെയ്യുന്ന സമയമാണ് അവർക്ക്. തിരക്കഥ എങ്ങനെയും തിരുത്തി എഴുതാം. അതെ, ആ ഒരു കാലഘട്ടമാണ്. അപ്പോ ശരിക്കും നമുക്ക് ഇഷ്ടം പോലെ വളച്ചൊടിക്കാൻ പറ്റുന്ന ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടവും. കാരണം നമ്മുടെ ഈ മെന്റൽ ഹെൽത്ത് വലിയൊരു ഫാക്ടറാണ്. നമ്മള് എന്താ പറയുക, സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു സൊസൈറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിലുള്ള പൗരന്മാരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമാണ്. അപ്പൊ ഈ ശാരീരിക ആരോഗ്യത്തിന് ഒരു പരിധി വരെ കുറവുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം താഴോട്ടാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പൊ ഊർജ ബോർഡ് ശരിക്കും ഞാൻ വളരെയധികം വിഷമിച്ചോ കണ്ടൊരു കാര്യം, അടുത്ത കാലങ്ങളിൽ ടോയ് ഷോപ്പിൽ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്ത് ടോയ് ഷോപ്പിൽ ടോയ്സിന്റെ കൂട്ടത്തിൽ ഈ സാധനം അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇസ് എ വണ്ടർഫുൾ ടോയ്. നമ്മുടെ മനസ്സും ശരീരവുമായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു ലിങ്ക് പഠിപ്പിക്കാനായിട്ട് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടോയ് ആണ്. പക്ഷെ ഇതിന് കൊടുത്തിട്ടുള്ള മാസ്ക്, പ്രേതത്തിന്റെ ഒരു പ്രവേശനം. അതെ, രാത്രി നല്ലൊരു എന്താ പറയാ ഒരു തിയേറ്ററിക്കൽ സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വയം വീട്ടില് മുറിയിൽ ഒരു തിയേറ്ററിക്കൽ സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആംബിയൻസ് കറക്റ്റ് ആക്കും. എന്ന് വെച്ചാൽ ലൈറ്റൊക്കെ അണച്ച് ഒരു മെഴുകുതിരി മാത്രം കത്തിച്ചു വെച്ച് പ്രേതം വരുമെന്നുള്ള വിശ്വാസത്തിലിരുന്ന് ചെയ്യുന്ന സമയത്ത് ഇത് അനങ്ങുന്നു. അവിടെ ശരിക്കും മൈൻഡ് എന്നുള്ള ഫാക്ടർ പാടെ വിട്ടിട്ട് ഇല്ലാത്ത ഒരു പ്രേതത്തിന് പുറകിലാണ് പോകുന്നത്. ഇത് അനങ്ങി തുടങ്ങുന്നതോടുകൂടി ഈ എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മാനസിക നില സാറിന് ആലോചിച്ച് നോക്കണം. എന്റെ ഒരു ചോദ്യം, ഈ വെർച്വൽ പ്രസൻസിനെ എപ്പോഴും മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നില്ലയോ? ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നും ഒരു പക്ഷേ പഴയ കാലങ്ങളിൽ നമ്മുടെ അമ്മൂമ്മ പറഞ്ഞിരുന്ന പ്രേതകഥ, അതിന്റെ വേറൊരു ഇന്നത്തെ ഒരു മോഡേൺ പകർപ്പിന് വേണ്ടിയുള്ള ഒരു ത്വരയല്ലേ ഒരു പക്ഷേ
ഈ കുട്ടികൾ കാണിക്കുന്നത്. ഇത് കാരണം മാനസിക നില തെറ്റാൻ സാധ്യത ഉണ്ടെന്നുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ? തീർച്ചയായും. കാരണം ഞാനും ഷെറിനും ഇതിനെക്കുറിച്ച് ധാരാളം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രൊഫഷണലി 13 വർഷമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പല കോളേജസിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും 2 തരം മാജിക് പെർഫോം ചെയ്യാറുണ്ട്. എല്ലാ മാജിക്കും എന്റർടൈൻമെന്റിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ട്രിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപക്ഷെ ഈ മേഖലയുമായിട്ട് എന്തെങ്കിലും അറിവുണ്ടായിരിക്കും എന്നുള്ളൊരു ധാരണയോട് കൂടി ഷോ കഴിഞ്ഞിട്ട് ധാരാളം കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ഉണ്ട് ഓജ ബോർഡിനെ കുറിച്ച്. അപ്പോഴാണ് ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഇത്രയധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാതെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഷെറിനോട് ചോദിച്ചപ്പോൾ ഷെറിൻ പറഞ്ഞു ഷെറിന്റെ ആദ്യത്തെ സബ്ജക്ട് അല്ലെങ്കിൽ പേഷ്യന്റ് എന്ന് പറയുന്നത് ഓജ ബോർഡ് ചെയ്ത് ഡിസ്ട്രസ് വന്നൊരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു അപകടം പിടിച്ചൊരു മേഖലയിലോട്ട് നമ്മൾ ബോർഡ് ഇപ്പോൾ നമ്മൾ ശരിക്കും സൊസൈറ്റിനെ തന്നെ വലിച്ചടക്കുന്നുണ്ട്. പ്ലാനറ്റിനെ മൂവ് ചെയ്യുന്നത് പോലെ ശരിക്കും സൊസൈറ്റിയെ അതിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണിത്. അതെ. റൈറ്റ്. ഡോക്ടർ ജോർജ് മാത്യു, പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ വീണ്ടും അവശേഷിക്കുന്നു. ഒന്ന്, താങ്കൾ പാരാസൈക്കോളജിയിൽ വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ കൂടുതൽ ക്യാമ്പസുകളിൽ പോകുന്ന വ്യക്തിയാണ്. താങ്കൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വാക്ക് ഈ പറഞ്ഞ ഓജോ ബോർഡോ പ്രേതമല്ലതാണോ മറ്റുള്ളതാണോ? ഈ അടുത്ത കാലത്തെ ഈ ഓജോ ബോർഡിനെ പറ്റി കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രേതങ്ങളെ കുറിച്ചും വരുന്നുണ്ടോ? ഉണ്ട്. 2, ഇപ്പം ഷെറിൻ ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. ഒരുപക്ഷെ ലൈഫ് പാർട്ടിസിപ്പൻസ് ചിന്തിക്കുമ്പോൾ ഒരു സൈനെ നമുക്ക് സ്ഥാപിക്കേണ്ട ആവശ്യമില്ലെന്നും സൈയെ മാറ്റിയ ശേഷം ഒരു ഇഡിയോ മോട്ടാർ എക്സ്പ്ലനേഷൻ ലെവലിൽ കൊണ്ടുപോയ മതി എന്നും ആണ് അദ്ദേഹത്തിന്റെ ഒരു മതം. അദ്ദേഹം ഇതിൽ എംഫിൽ ചെയ്തു കഴിഞ്ഞ വ്യക്തിയാണ്. ഇതിൽ ഗവേഷണം നടത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ടു വന്നൊരു വ്യക്തിയാണ്. ആ ഒരു അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും? എല്ലാ മനുഷ്യർക്കും വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരറിഞ്ഞോ അറിയാതെ ഒരു ഫിലോസഫിക്കൽ ഓറിയന്റേഷൻ കാണും. ചിലർക്ക് മെറ്റീരിയലിസ്റ്റിക് പൊസിഷൻ ആയിരിക്കും, ചിലർക്ക് നോൺ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പൊസിഷൻ ആയിരിക്കും. അപ്പൊ അവര് ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചെന്ന് വിചാരിച്ച് അടിസ്ഥാനപരമായ ഓറിയന്റേഷൻ മാറണമെന്നില്ല. ഇപ്പൊ ബേസിക് ആയിട്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് മൈൻഡുള്ള ആളാണെങ്കിൽ ചില ആളുകൾ ഞായറാഴ്ച അവര് പള്ളിയിൽ പോവും, സ്പിരിച്വലിസ്റ്റ് ആയിരിക്കും. ബാക്കി ദിവസങ്ങളിൽ ഒരു ഡിസോഷിയേറ്റീവ് മെറ്റീരിയലിസം ആയിരിക്കും. അപ്പൊ അവര് ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ അവർ കാണുള്ളൂ. ഇപ്പൊ പാരാസൈക്കോളജി എന്താണ് പറയുന്നതെന്ന് അറിയണമെങ്കിൽ അത് നോക്കണം. ഇപ്പൊ 1882 തൊട്ട് എത്രയോ ജേർണലുകളുണ്ട്, എത്രയോ ഗവേഷണങ്ങൾ നടന്നിരിക്കുന്നു. ESP ഉണ്ടെന്ന് 1900 ആയപ്പോൾ തന്നെ ഉണ്ടെന്നുള്ളത് സയൻസ് ധാരാളം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് പാരാസൈക്കോളജിയെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ESP ഉണ്ടെന്നുള്ളതിനുള്ള എവിഡൻസ് എല്ലാം കൂടെ വെച്ചാൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ അത്രയും വരുന്ന റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ പക്ഷെ നോക്കിയാലേ കാണുള്ളൂ. കണ്ണടച്ചിട്ട് ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതെ, കണ്ണടച്ചിട്ടാക്കിയാൽ ഇരുട്ട് തന്നെയാണ്. ശരി, നേരെ ആ കണ്ണടച്ചിരുട്ടാക്കിൽ നിന്നും പ്രകാശത്തിലേക്ക് പോയ ഫാരഡേയിലേക്ക് താങ്കളിലേക്ക് വരാം. ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് തമസോമ ജ്യോതിർഗമയ. എന്റെ ഒരു പ്രധാന വിഷയം ഇപ്പോൾ ഡോക്ടർ ജോർജ് മാത്യു വളരെ എംഫറ്റിക് ആയിട്ട് പക്ഷെ വളരെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയ ആ ഒരു എക്സ്പ്ലനേഷൻ, ആ എക്സ്പ്ലനേഷൻ അടിസ്ഥാനം നോക്കുന്ന അവസരത്തിൽ താങ്കൾ പറഞ്ഞു ഈ ഓജ ബോർഡിൽ ഒരു വിഷയം സൈന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഗോസ്റ്റിന്റെയോ ഒരു പ്രസൻസിന്റെ അല്ലെങ്കിൽ ഒരു സ്വാധീനത്തിന്റെ അളവേ ഇല്ല അല്ലെങ്കിൽ ഇമ്പാക്റ്റേ ഇല്ലെന്ന് തെളിയിക്കുവാൻ ഫാരഡേ എക്സ്പെരിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫാരഡേ എക്സ്പെരിമെന്റിൽ ഒരു ഗ്ലാസ് ആണുള്ളത്. ഗ്ലാസ് കമഴ്ത്തി വെച്ചിരിക്കുന്നു. അതിന് മുകളിൽ 2 ബ്ലോക്കുകളുണ്ട്. ഈ 2 ബ്ലോക്കുകൾ തമ്മിൽ ഗ്ലാസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്, വളരെ ലൂസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്കിന്റെ മുകളിൽ, ഗ്ലാസിന് മുകളിലിരിക്കുന്ന ഡിസ്കിന്റെ മുകളിൽ കൈ തൊട്ടിട്ട് എവിടെ നിന്നാണ് ഫോഴ്സ് വരുന്നത് എന്ന് പരിശോധിച്ചപ്പോൾ ഫോഴ്സ് ഏറ്റവും മുകളിലത്തെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഡിസ്ക് അനങ്ങുന്നതും അതിനുശേഷം ഗ്ലാസ് അനങ്ങുന്നതും എന്നാണ് ഫാരഡേ കണ്ടുപിടിച്ചത്. ഈ ഒരു കണ്ടുപിടുത്തം കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ ആളുകളിലും ഈ ഡിസ്ക് അനങ്ങാതെ ഒരാൾക്കും ഗ്ലാസ് അനക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു വ്യക്തികളിലും ഇതിന് വ്യത്യസ്തമായിട്ട് കിട്ടിയിട്ടില്ല, ഒരാളിലും വ്യത്യസ്തമായിട്ട് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മൂവ്മെന്റിന്റെ വ്യത്യാസം സ്പിരിറ്റ് ഇല്ലെന്ന് വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും സൈ ഇല്ലെന്ന് വ്യക്തമാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സൈ ഇല്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം സൈക്കോകൈൻസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ തെളിവുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന യൂറി ഗില്ലറെ പോലുള്ള മജീഷ്യൻസ്, അവർ മജീഷ്യൻസ് ആയിരുന്നെന്നും സ്പൂൺ ബെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യിക്കുന്നതും മനസ്സിന്റെ ശക്തി കൊണ്ടല്ലെന്നും മാജിക് ആയിരുന്നെന്നും പിന്നീട് തെളിയിച്ചിട്ടുണ്ട്. അത് തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് രാജമൂർത്തി. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോ സൈക്കോകൈൻസിനെ സംബന്ധിച്ചു അതുപോലെ ESPയെ സംബന്ധിച്ചുള്ള തെളിവുകൾ പലപ്പോഴും അപൂർണങ്ങളാണ്. നമുക്ക്
പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എല്ലാ സമയത്തും ഇത് പറ്റണമെന്നില്ല, അങ്ങനെയൊക്കെ സയൻസിന് ഇതുവരെ പിടികിട്ടാത്ത ഒരു സംഭവമാണ്. സയൻസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല എന്നുള്ളത് ജേർണലുകളിൽ വന്നിട്ടുണ്ടാവാം. അത് അവരുടെ എക്സ്പീരിയൻസ് മാത്രമാണ്, അല്ലാതെ അത് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. ഇൻ നട്ഷൽ ഒരു കാര്യം വ്യക്തമാകുന്നു, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഓജാ ബോർഡുമായി അനുഭവിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന അവസരത്തിലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഓജാ ബോർഡിനകത്ത് പ്രേതമില്ലെന്നുള്ള കാര്യത്തിൽ പാരാസൈക്കോളജിസ്റ്റായ ഡോക്ടർ ജോർജ് മാത്യുവും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റായ മിസ്റ്റർ ഷെറിനും മെജിക് പ്രധാനമായ പെർഫോമൻസ് ആർട്ടാക്കി മാറ്റിയ ശ്രീ രാജമൂർത്തിയും യോജിക്കുന്നു. അതോടൊപ്പം നമുക്ക് യോജിക്കാം, പ്രേതത്തെ തേടിയുള്ള അന്വേഷണത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ മാനസികാരോഗ്യമാണെങ്കിൽ എന്തിന് വേണം ആ ഒരു നഷ്ടം എന്നൊരു ചിന്ത നമ്മുടെ കലാലയ വിദ്യാർത്ഥിനികൾ തീർച്ചയായും ഉറക്കെ ചിന്തിക്കണം എന്നൊരു അഭിപ്രായത്തോടുകൂടി ഈ അന്വേഷണത്തിന്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.